ജാതകത്തിൽ രാജയോഗം ഉണ്ടെന്ന് നമ്മുടെ രാമൻ കഴിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇലക്ഷന് നിൽക്കുന്നു, ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മന്ത്രിയാണ്. നമ്മുടെ മന്ത്രിസഭയില് നായന്മാർക്ക് പ്രാതിനിധ്യമുള്ള കാര്യം നിനക്കറിയാം. അപ്പൊ ഒരു കുടുംബക്കാരനായി എനിക്കല്ലാതെ മറ്റാർക്കാണ് യോഗ്യത? അപ്പൊ ഞാൻ ഇലക്ഷന് നിൽക്കുന്നു, ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു മന്ത്രിയാണ്. ആരാവിടെ പോയി നോക്കണ? നീ ആ മേലെ പോകണം, വരെയൊന്നും പോകണം. എന്തിനാണോ പോകുന്നത്? എടാ ഈ പപ്പുന്റെ നേരെ പോയി നോക്കണം. അപ്പൊ പാത്രം ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അവരെ കൃഷിയൊക്കെ എങ്ങനെ നോക്കിയിട്ടുണ്ട്. വേഗം പാടത്തല്ലേ വേഗം ഏത് പാടവാ? മേലെ പാടം പറയാ, കീഴെ പാടം. എന്താണ് പിന്നെ ഇവിടെ കാര്യം നോക്കണമായിരിക്കും. എന്തോന്നാണ് ഗൗരവ സംസാരിക്കാനുള്ളത്? ഞങ്ങൾക്ക് വേറെ പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് പോകണം. എനിക്ക് വേറെ തൊഴിലൊക്കെ ഒരു പ്രായോളമ്പുകാരൻ അതെന്തെങ്കിലും വേണം. ഇതേപോലെ പറയാനുണ്ടെങ്കിൽ വേറെ പറഞ്ഞു വേഗം പോകണം. എന്റെ അറിവോടുകൂടി തന്നെയാണ്. മാത്രമല്ല രാവിലെ ഞാൻ കൂടെ ചെന്നു അത് കുളിച്ച് കളയാൻ. ഒരു തകരാറ് ഇല്ലല്ലേ? ആള് കേവലാണല്ലോടാ. അതിന് താഴെ പേര് എവിടെ വരിക മോശക്കാര്. പക്ഷെ അരിയന്റെ ഈ മുൻകാമം അല്ല, അരിയനെ പറയുന്നത് വരമുള്ള ചേട്ടൻ മഹാശുദ്ധിയല്ലേ. പക്ഷെ ഉള്ളു നല്ലതാണ്. ഞാനങ്ങനെ ഒന്ന് പരീക്ഷിക്കല്ല. അത് നിന്നോട് സംസാരിക്കുന്നു. എന്റെ അരിയാതെ എപ്പോഴും വന്നിരിക്കാവുന്ന കുടുംബമല്ലേ ഇത്. പറയുന്നത് കേട്ടാണ് മൂത്തവരിലും എന്റെ അനിയൻ ഈ തൊഴിലാളി എന്ന് പറഞ്ഞു കണ്ട പറയുന്നേ പോലെ വീട്ടിൽ കയറി നടക്കണ പോലെ കാര്യമുള്ളൂ. സ്വന്തല്ലേ നിങ്ങൾക്ക് കുറവ് ഒന്നുമില്ല. അന്തസ്സുള്ള കുടുംബക്കാരല്ലേ. അന്തസ്സുള്ള പ്രവർത്തിയൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. വേണ്ട കേട്ടോ, അന്തസ്സുള്ള പ്രവർത്തി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. എങ്ങാണ്ട് ക്രിസ്ത്യാനി ചെറുക്കൻ ഇവിടെ വന്നു നമ്മള് നായന്മാരെ തൊഴിലിരിക്കാൻ അനിയന് കുറെ പഠിക്കും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു ബില്ല് കൊണ്ടുവരുന്ന കാര്യത്തെ കുറിച്ച് പത്രത്തിൽ എഴുതിയിരിക്കുന്നത് അനിയൻ വായിച്ചോ? ആരാണ് എഴുതിയിരിക്കുന്നത്? തൃശ്ശൂർക്കാരൻ എന്തോന്നാ ഇതിന്റെ ആന്തരികാർത്ഥം? പാട്ട് ഒഴിപ്പിക്കരുത്, കുടി ഒഴിപ്പിക്കരുത് എന്നോ? ഈ പാഠവസ്തുവും പറഞ്ഞാൽ നമ്മുടെ നായന്മാരുടെ പരമ്പരാഗത പൂർവാജിത പുണ്യ സ്വത്തല്ലേ, അത് ഒഴിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നായക ഭൂമി എടുത്ത് ക്രിസ്ത്യാനിക്ക് കൊടുത്തല്ലേ എന്നോ? ആരാണിതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? അതല്ലേ വിശേഷം. ആലപ്പുഴക്കാർ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ആള് തോമസ് ആണ്. അതുകൊണ്ട് അനിൽ ഇതിന്റെ തലയിൽ പോയി പഠിച്ചൊരു BA എങ്കിലും ശ്രീമത്പനാഭന്റെ പ്രത്യേക ശമ്പളം കിട്ടുന്നത് ഉദ്യോഗവും സ്വീകരിച്ചു.
ജന്മം ഇനി നമ്മൾ പരിഭവം നമ്മുടെ മേലൂരിലെ കുട്ടമുള്ള ചേട്ടൻ മേലൂടെ ചേട്ടൻ നല്ല നായകനല്ലോ. പറയാനൊക്കെ ഇല്ലെങ്കിലും കൂടിയല്ലേ ഒരു മുട്ടമുള്ള ചെട്ടിക്കിടത്തല്ലേ ചേട്ടനാണ് വയ്യാത്തവരാക്കി. ഇനിയുണ്ട് അയ്യാറ് ശങ്കരനായ, അയാൾ നല്ല നായകാണല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു 100 രൂപ ചേട്ടൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 2 മക്കളുടെ റോഡിൽ കെട്ടേണ്ടി വരില്ല. അപ്പൊ അനിയൻ എന്തോ എനിക്കുള്ളത് 13 സെന്റ് വീതിച്ചു കൊടുക്കണമെന്നോ? വേണ്ട, ചേട്ടൻ 13 14 നമുക്ക് വീതിച്ചു കൊടുക്കണ്ട. ഈ സമുദായം എന്ന് പറഞ്ഞ ആളെ പറ്റിക്കുന്ന പണിയിൽ നിർത്തണം. അവരെ മനസ്സിലാക്കി. അപ്പോ കുടിയൊഴിപ്പിക്കലെ പറ്റി ചേട്ടൻ തീരുമാനം അറിഞ്ഞിരിക്കാൻ പോകണം. ഞാൻ വായി കളിച്ചൊരു വല്ല പ്രയോജനം. എന്റെ അനിയൻ ഈ തൊഴിലാളി എന്ന് പറയാം സ്വന്തം കാര്യങ്ങളിലൂടെ പിന്നെ സ്വന്തം കാര്യമൊന്നുമില്ല. കുടിയൊഴിപ്പിക്കലെ ശക്തമായി നേരിടണം. അതുപോലെ കർഷക സംഘത്തിന്റെ തീരുമാനം അത് ഞാൻ അറിയിക്കുന്നു. കർഷക സംഘം മനസ്സിലാവും. മനസ്സിലാക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ ചേട്ടനാണ് വലിയ ആൾക്കാരെ മനസ്സിലാക്കിയത്. നീ എന്നേക്കാൾ വലിയ കണ്ടിട്ടില്ല. ധാരാളം ഉപദേശം ആളുകളെ വീട്ടിൽ കയറുമ്പോൾ അന്തസ്സുകൾ സംസാരിക്കുന്നു. നിങ്ങളാണോ ആണ്? എന്താ വീട്ടിൽ വരുന്നവർ മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് നിങ്ങളാണ്. ഓ ഈ വീട്ടിൽ അടങ്ങുന്നതാരും വരുന്ന പതിവില്ല. എന്താ എന്നാലേ അങ്ങനെയൊക്കെ അപ്പൊ എന്റെ വീട്ടിലും എന്റെ അധികാരം നടക്കത്തില്ല. എടാ നിന്നോട് പുറത്തു പോകാനോ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ എടി നിന്നെ വഴിയാധാരമാക്കാൻ അടി ഇതിങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ പ്രതാപം എനിക്ക് എല്ലാവരെയും അന്വേഷണം തരെ അവങ്ങളെ പിടിച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ വീടും പ്രതാപം. ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനായിരിക്കുന്നു. മൂത്തും നനച്ച് നിങ്ങളെ നോക്കി കണ്ടുപോകുന്നത് വേണ്ടി പോലും കിളിയെ പൈങ്കിളിയെ വെക്കം വെക്കം ചെല്ലന്നേ ഒരു കുഞ്ഞാറ്റ പൈങ്കിളി കൂവി. എങ്ങാണ്ടൊരു കുഞ്ഞാറ്റ പൈങ്കിളി കൂവി. എങ്ങാണ്ടുന്നെങ്ങാണ്ടുന്നൊരു കുഞ്ഞി കാറ്റോടി വരുന്നേ ഓടി വരുന്നേ ഓടി വരുന്നേ കുഞ്ഞി കാറ്റോടി വരുന്നേ. നേരം പോയി എല്ലാരും പോയല്ല. പുന്നാരപ്പാട്ടും പാടി എല്ലാരും പോയല്ല. പുന്നാരപ്പാട്ടും പാടി എല്ലാരും പോവതെങ്ങോ എല്ലാരും പോവതെങ്ങോ. പുന്നല്ല് കൊയ്ത്ത് വിളഞ്ഞൊരു പാടത്തെ പുത്തൻ കൊയ്ത്തിന് പുന്നാരപ്പാട്ടും പാടി പോയല്ല പെണ്ണാളല്ല. കൊയ്തു കൊയ്തു കളർന്നു കയറുമ്പം എന്തു കിട്ടുമെൻ പൈങ്കിളിക്ക് എന്തു കിട്ടുമെൻ പൈങ്കിളിക്ക്. കല്ലരിയുണ്ട് കരിക്കാടിക്ക് നെല്ലരിയെല്ലാം പത്തായത്തില് കല്ലരിയുണ്ട് കരിക്കാടിക്ക് നെല്ലരിയെല്ലാം പത്തായത്തില് കൊയ്തു കൊയ്തേ നെയ്തളർന്നേ നെയ്തളർന്നേ നെയ്തളർന്നായേ. മുറിയരിയിൽ ഉടുതുണിയിൽ അരവയറും നിറയുകില്ല. മുറിയരിയിൽ ഉടുതുണിയിൽ അരവയറും നിറയുകില്ല. നേരം പോയി നേരെ നാം ഒന്നിച്ചാൽ നേരം പോയി നേരെ നാം ഒന്നിച്ചാൽ നമ്മൾ വഴിയും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. നമ്മൾ വഴിയും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. നേരം പോയി
വെക്കം ചെല്ലന്നേ വെക്കം വെക്കം ചെല്ലന്നേ വെക്കം വെക്കം ചെല്ലന്നേ എല്ലാരും വയലിറങ്ങി കാണും. ഞാൻ താമസിച്ചു പോയി. നേരത്തെ പോകാൻ ഞാൻ നേരത്തെ പോയിരുന്ന സാവുള്ള വരുമ്പോ ആരെങ്കിലും കാണാമായിരുന്നു. ജോലി ഞാൻ ജോലിക്ക് പോകണല്ലോ. തമ്പുരാന്റെ ജോലി ഇത് മാലയുടെ സ്വന്തം. എന്തോന്നാ ഇന്ന് കൊയ്ത്ത് കഴിയുമ്പോ നേരെ ഒരുപാട് ഒരുപാട് പേര് സാറേ കൊയ്ത്തിലേക്ക് കയറുമ്പോ ആ തൊഴിലാളികളെല്ലാം വിളിച്ച് നമ്മുടെ പപ്പുവിന്റെ വീട്ടിലേക്ക് പോകും. ഏതിന്റെ നമ്മുടെ പപ്പുവിന്റെ വീട്ടിൽ ഇപ്പോൾ സംഘത്തിൽ ചില മത്സരിക്കുന്ന ചിലരുണ്ട്. ഉണ്ട് സാറേ ഉണ്ട്. ചിലർക്ക് ഇപ്പോഴും വലിയ പേടിയാണ്. അതങ്ങനെ പേടി മറന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുള്ളതാ. ഇങ്ങനെ പാട്ട് പാടി നടത്താൻ പോലെ പാട്ടിലൂടെ തന്നെ കാര്യം മനസ്സിലാക്കും. പേടി മാറ്റുന്ന കാര്യം നേരെ വിളിച്ചോണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. മലേ ഈ കത്ത് സുഖത്തിന്റെ കൈ കൊടുക്കണം. വൈകുന്നേരം കൊടുത്താൽ മതി. നിങ്ങളുടെ കാര്യം കത്ത് സുഖത്തിന് കിട്ടിയെങ്കിലേ മാലകൾക്ക് കിട്ടും. മാലകെ ചുട്ട രണ്ടടി എന്നിട്ട് പച്ചച്ചെടികൾ കണ്ടല്ലോ. നീ ഒന്നും കഴിച്ചിട്ടില്ല? ഇല്ല, നീ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ അനിയത്തിക്ക് തരാം. ഞാൻ ഈ പുസ്തകം വാങ്ങണ്ട. അവളിതൊന്നും കഴിച്ചിട്ടില്ല. നീ ഇന്നൊന്നും കഴിച്ചില്ലെന്ന് ഞാൻ ചോദിച്ചപ്പോ അവൾ കരഞ്ഞു കൊടുക്കും. ഇല്ല, ഒന്നും അവളുടെ മനസ്സിനെ വേദനിപ്പിക്കത്തക്ക രീതിയിൽ ഞാനൊന്നും സംസാരിക്കും. സഹാബിന്റെ പൈസ എന്നിട്ടാ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആഹാരം കഴിക്കാത്തതുകൊണ്ടല്ല അതെന്താണെന്ന് എനിക്കറിയാം. സഖാവിന് ഇതുവരെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. പോട്ടെ, അതിനൊരിക്കൽ താൻ ആ കേശവന്മാരുടെ വീട്ടിൽ കൊണ്ടുപോകും. എന്തിന്? അയാളെ നാളികേരം നടത്തുമ്പോൾ കുറെ തൊഴിലാളികൾ പിരിച്ചു. എന്താ കാര്യം? അതിന് പ്രത്യേകിച്ച് കാരണമല്ലെന്നാണ്. ഓണക്കാഴ്ച കൊടുത്തിരുന്നവല്ലോ പറയുന്നു. ഓണക്കാഴ്ച കൊടുത്തിലേക്ക് പിരിച്ചു. അങ്ങനെയൊക്കെയാണ്. താനേലും അവിടെ വെച്ചിരുന്നില്ലേ ഒന്ന് മയത്തിലും പറ്റി സംസാരിക്കും. ഇപ്പോ വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ചിരിക്കാതെ കാര്യം പറയണോ? സുമത്തിനോട് ഇവിടെ വരാൻ ഞാൻ മാലയുടെ പേശ് ഒരു കത്ത് കൊടുത്തു. സഹാബികളുടെ ഭാവമാണ്. ഞാൻ സുമത്തിനെ കാണുന്നത് തനിക്ക് ഇഷ്ടമാണ്. പിന്നെ കത്ത് കൊടുത്ത് അയച്ച സമ്പ്രദായത്തിൽ കൂടുതലൊന്നും ആ കേശവൻ അപ്പോഴേ മറ്റേ കാര്യം നോക്കോട് വെച്ച് സംസാരിച്ചാലോ? അതിനോട് സംസാരിക്കണം. തന്നെയല്ല നിങ്ങളൊന്ന് കാണുകയില്ല. ഇടയ്ക്ക് ഞാൻ സുഖം ആ പ്രശ്നമാണ്. താങ്കൾ ഇങ്ങോട്ട് പറയാം. ചില
ഈ പാവത്തുങ്ങളെ ഉപദ്രവിക്കുന്നതിൽ എന്താണ് രസം? കുറച്ചൊക്കെ നന്മ മനുഷ്യനായിട്ട് ജനിച്ചു പോയി. ഇയാള് രാവിലെ എന്നെ നന്മ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തോ കണ്ടാലും പഠിക്കാതെ ഈ സാധനത്തെ ഞാനായിട്ട് എന്തോ പഠിപ്പിക്കാൻ. വേറെ സാധനം വിളിക്കണം. ഈ നാട്ടിൽ ഒരുത്തരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ വിളിച്ചെടുക്കും. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ കൊള്ളതായുള്ള മുഴുവൻ ഞാൻ വിളിച്ച് പറയാൻ പോകും. എന്നാൽ ഞാൻ നിന്റെ തലമണ്ടയിൽ ഇരിക്കാൻ പോവാ. നിനക്കെന്നെ അറിയത്തില്ല. എനിക്കറിയാം. അറിയത്തില്ല. എനിക്കറിയാം. ഈ നാട്ടുകാർക്കറിയാം. ആ നാട്ടുകാർക്കറിയാം. പക്ഷെ നിനക്കറിയാം. എനിക്കറിയാം. ഞാൻ നിനക്ക് അമ്മായിയാണ്. ആ പേരും ചാടുന്ന ആത്മഹത്യ ചെയ്ത കഥ എനിക്കറിയാം. നറമ്പന്റെ ഭാര്യ നിങ്ങൾ അടിച്ചു കൊന്നു. ആ കഥയും അറിയാം. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ തോന്നിയാസങ്ങൾ കൂട്ടു നിൽക്കാത്തതുകൊണ്ട് വിഷം കൊടുക്കുന്ന ദ്രോഹികൾ. എനിക്ക് എല്ലാം അറിയാം. മനസ്സില്ല. അപ്പൊ എന്റെ പുരേടത്തിലും എന്റെ അധികാരം നടക്കത്തില്ല. എടാ നിങ്ങളുടെ പുറത്തു പോകാനാണത്. നിങ്ങൾ ഇറക്കാൻ പോകുന്നില്ല. ഒരു പുല്ല് ചെയ്യും. ഞാൻ നോക്കണടാ നിന്നെ ഇവിടെ നടക്കാവോ? എടാ ഇവിടെ പോലീസും പട്ടാളവും ഒന്നും ഇല്ലെന്ന് നീ വിചാരിച്ചു. എടാ ഈ ഇടിമണ്ടി കൊണ്ടുവന്ന് നിന്റെ തലമണ്ട ഇടിച്ചു കിട്ടിയില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ അച്ഛൻ എന്നെ കാണാതിരിക്കാൻ ഞാൻ അപ്പോഴത്തേക്ക് മാറി നിൽക്കുമല്ലോ. ഗോപാലൻ ഇല്ല, ഞാൻ ഇതുവഴി എഴുതാം. കാണാതിരിക്കാൻ വേണ്ടി ഗോപാലനെ അപ്പുറത്തേക്ക് മാറി സുഖമില്ലേ? ഗോപാലനെ പറഞ്ഞു തമ്പുരാൻ പൊയ്യാനെന്ന് ശീലിച്ചിട്ടില്ല. ആട്ടകർമ്മ ഇപ്പൊ ഈ വരുവേ വന്നിട്ട് ഒരു വരുത്തില്ല. മാലിയുടെ കയ്യിൽ ഞാൻ ഒരു എഴുത്ത് കൊടുത്തു. മാലിയും വന്നില്ലല്ലോ. ഇന്ന് കമ്മറ്റിയോ മീറ്റിംഗ് ഒക്കെ ആണ് പറയുന്നത്. ആഹാ, മാലിയും മീറ്റിങ്ങിന് പോയോ? അല്ലേ ഓള് കൊയ്യാൻ പോയാ അതെ. ഓ ഇന്നലെ വലിയ കൊച്ചമ്പ്രാട്ടിനെ അച്ഛൻ പറഞ്ഞു. അവളിവിടെ കിടന്ന് നഷ്ടത്തടിച്ച് കളിച്ചിട്ടാട്ടെ. എന്നാൽ ഈ ശരീരത്തെ അടിച്ചു കിടക്കുന്നത് അതൊന്നും സാരമില്ല. നോക്കാം. ഇതത്ര വലിയ കാര്യമല്ലേ? ഒറ്റയടിക്കാതെ തന്തിക്ക് ചെടിക്ക് വെള്ളം പോയാൽ മഴ പെയ്തോ പിറ്റേന്ന് നേരം പെടുത്തോ പത്രകാളിനെ മാവയിലോട്ട് വലിച്ചു കയറ്റി കെട്ടിയേ ആ പോയിച്ച കറുമ്പീനെ അടിച്ചതും ഇടിച്ചതും അതിന്റെ ഹറാമൊക്കെ കറുമ്പി ചോര തുപ്പിയാലേ കൊച്ചപ്രാട്ടി. ഇങ്ങനെ സങ്കടപ്പെടാൻ
കത്ത് കൊടുപ്പിച്ച നിന്നോട് ഇരിക്കാൻ പറഞ്ഞ കാരണം അങ്ങനെ നിന്റെ കഴിവുകൾ കാണിക്കാൻ നിന്റെ ബലഹീനതകൾ മനസ്സിലാക്കാൻ കഴിയും. നീ നിന്റെ മുഴുവൻ കഴിവുകൾ അവർക്ക് വേണ്ടി കഴിയും. അതത്രയോ വലുതാണ്. സുഭദ്ര നല്ലവണ്ണം പ്രസംഗിക്കാൻ ഭംഗിയായി പാടാൻ കഴിയും. അങ്ങനെ പാടാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ പാടാനൊന്നും പ്രശ്നമില്ല. ചില പാട്ടുകളൊക്കെ എഴുതാൻ കഴിയും. ഇപ്പോ എനിക്ക് എന്റെ പാട്ടുകളൊക്കെ പാടാൻ പാട്ട് കഴിയും. കണ്ണെറിയുന്നോളെ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ കരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ താമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ കരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ താമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ കതിരാം കൊച്ചുറാണിയാളെ കൺകുളിരേ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം കൺകുളിരേ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം നമ്മളൊന്നു പാടാം പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ കാവരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ ചേർന്നു കൂട്ടരുമായി വിട്ടുചേറി നീയെ ഞാറുകുത്തി ചേരി മുങ്ങി നീയെ നോറ്റു വെളവെല്ലാം കാത്തിരല്ലോ നീയെ നോറ്റു വെളവെല്ലാം കാത്തിരല്ലോ നീയെ മുത്തടിക്കതീരുകള് വാർത്തെടുത്തോ നീയെ
പാട്ടുകാരനല്ല